നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചായ, കടികൾ, വിഭവങ്ങൾ, നാട് വിഭവങ്ങൾ എത്ര വേണമെങ്കിലും കഴിക്കാം കേട്ടോ. എവിടെയെന്ന് അറിയാം, മലപ്പുറം ജില്ലയിലെ വെങ്ങാടാണ്. അത് നടത്തുന്നത് ആരാ അറിയോ? അവിടുത്തെ ഒരു ഇഫ്ള് കോളേജ്, അതിൽ ഉസ്താദും ഉസ്താദിൻ്റെ ആഫിലിയങ്ങളും കൂടി ചേർന്ന് നടത്തുക. എത്ര മനോഹരമായ കാഴ്ചയാണോ, എന്തിനും വേണ്ടിയാണെന്ന് അറിയണം. റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഒരു മനോഹര പ്രോഗ്രാമാണത്. കഴിഞ്ഞ കുറേ ദിവസമായിട്ടുണ്ട്, ഇനിയും കുറേ ദിവസങ്ങളിലുണ്ടാവും. കുറേ വർഷങ്ങളായിട്ട് ഈ സമയമായി കഴിഞ്ഞാൽ അവർ ഇത്തരം പരിപാടികൾ, ഈ ഒരു മനോഹരമായ പരിപാടി അവിടെ നടത്താറുണ്ട്. നമ്മൾ ഈ കാലഘട്ടം എന്നൊക്കെ പറയുന്നത് എല്ലാ ഇടങ്ങളിലും വേർതിരിവ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല ശക്തികളും അതിനായി ശ്രമിക്കുമ്പോൾ ഇത്തരം മനോഹരമായ കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലൊരു പ്രത്യേകം തരം, ആ നാട്ടിൽ വെങ്ങാട് പ്രദേശത്തെ എല്ലാ വിഭാഗം ആളുകൾ, അതായത് ഏത് മതക്കാർക്കും ജാതിക്കാർക്കും ആ ഒരു സൗഹൃദ ചായ കുടിക്കാൻ വരാം. അത് ഉദ്ഘാടനം ചെയ്യുന്നതിന് 6 വർഷം മുന്നേ തുടങ്ങിയപ്പോൾ ഉദ്ഘാടനം ചെയ്ത തന്നെ ആ പഞ്ചായത്തിൻ്റെ പ്രസിഡൻറ്റ് ബാബുവേട്ടനോ ചന്ദ്രേട്ടനോ അവിടെ ഉണ്ട്. ഞാൻ കാണിച്ച രംഗക്ക് എത്ര മനോഹരമായ കാഴ്ച അല്ലേ. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്മരിക്കുന്ന വളരെ മനോഹരമായ വ്യത്യസ്തമായ ഒരു പരിപാടിയാണ് ഈ സൗഹൃദ ചായ എന്ന് പറയുന്നത്. ആ നാട്ടിലെ എല്ലാ മക്കളും വലിയ ആളുകളൊക്കെ കൂടി ചേർന്നു. ആ ഉസ്താദിനെയാണ് നമ്മൾ ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ടത്. ഉസ്താദിൻ്റെ മക്കളും ആഫിലിയങ്ങളും അവർ കൂടിച്ചേർന്നു. പിന്നെ അവിടുത്തെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാനും പോയി, എനിക്കും വലിയ ഹാപ്പിയായി. എത്ര ചായ, എത്ര കടി വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക, ഒരു പൈസ അവർക്ക് കൊടുക്കേണ്ട. ഞാനും ഒരു ദിവസത്തെ സ്പോൺസർഷിപ്പ് ഏറ്റെടുത്ത് അതിന് സപ്പോർട്ട് ചെയ്തു. അപ്പോൾ അത് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. ഈ ഒരു കുറേ ദിവസത്തിനിടയിൽ എനിക്ക് കണ്ട മനോഹരമായ, എന്താ പറയുക, അതിമനോഹരമായ കാഴ്ചകളൊന്നാണ് ഈ സൗഹൃദ ചായ എന്ന്. സന്തോഷം. നമ്മളെ സുഹൃത്ത് ഇവിടെ എത്തിയിട്ടുണ്ട്, കുറച്ച് വൈകിപ്പോയി. നിസാർ നഈമി, പ്രമുഖ, എന്താ പറയുക, ഒരുപാട് സ്ഥാപനവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സന്തോഷം. നിങ്ങളെ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു വലിയ പരിപാടിയിൽ. സന്തോഷം. നല്ല തിരക്കുള്ള സമയമാണ്, അറിയാലോ. മീലാദാണ്. അനൗൺസ്മെൻറ്റുമായി ബന്ധപ്പെട്ട് സ്റ്റുഡിയോയിൽ നിന്ന് തിരിയാൻ ഒഴിവില്ലാത്ത തിരക്കാണ്. മാഷ നമുക്കൊരു ഇഷ്ടമാണ്, അതുകൊണ്ട് മാത്രം അവിടുന്ന് ഇപ്പോൾ അതൊക്കെ അവിടെ വെച്ച് ഓടി വന്നതാണ്. അൽഹംദുലില്ലാ, സന്തോഷം. പിന്നെ ഇന്നത്തെ ഒരു ദിവസത്തെ ചെലവുള്ളും വകയാണ്. അപ്പോൾ വലിയ സന്തോഷമുണ്ട് അവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി സഹായിച്ചതിൽ. നമ്മളെ കുട്ടികളെയൊക്കെ എല്ലാവരുടെയും പ്രാർത്ഥന എന്നും ഉണ്ടാവും. 6 വർഷത്തോളമായി പറഞ്ഞു, ഓരോ വർഷവും വിപുലമായി വരുന്നുണ്ട്. ഇതൊന്നും ഇവിടെ നിലനിൽക്കണം. അല്ല, ഇത് ചെറിയ കാര്യമില്ല കേട്ടോ. ഇതിൽ കോർഡിനേറ്റ് ചെയ്ത് വരണ്ടേ. ഇത് ഉസ്താദിൻ്റെ ഇനീഷ്യേറ്റീവ് നമ്മൾ ശരിക്കും അപ്രിസിയേഷൻ കൊടുക്കണം. കാരണം ഇത്ര ആളുകൾ ഡെയിലി വരുന്നത് ഇതൊരു ചെറിയ കാര്യമില്ലല്ലോ, റിസ്ക് അല്ലേ. അപ്പോൾ നിങ്ങളെ ആ കോർഡിനേഷൻ അടിപൊളിയാണ്. അൻവാറുൽ മദീന എന്ന സ്ഥാപനമാണ് ഇത് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതൊരു ഇഫ്ള് കോളേജാണല്ലേ. അതേപോലെ തന്നെ ദഅവയുണ്ട്. സന്തോഷം. ഇത് രാജേട്ടൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലേ, മെമ്പർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേട്ടനാണ് ആദ്യമായിട്ട് തുടങ്ങിയത്, ഉദ്ഘാടനം ചെയ്തത് അന്ന്. നിങ്ങളുടെ സ്ഥാപനം ഈ സംവിധാനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഏത് 2020. എന്താ രാജേട്ടൻ, എന്താണ് ഉസ്താദിനെ കുറിച്ച്, നാട്ടുകാരെ കുറിച്ച് പറയാനുള്ളത്? സന്തോഷ. എല്ലാവരും ഒരു വീട്ടിലെ ആൾക്കാരാണ്. കാരണം ഇവരെത്ര ഒരു പൈസ മേടിക്കണില്ല. അപ്പോൾ അതുകൊണ്ട് സന്തോഷപൂർവ്വം ഒരു ദിവസത്തെ ഫുൾ സ്പോൺസർഷിപ്പ് ഞാൻ നൽകുന്നുണ്ട്. സന്തോഷം. നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. ഏതെത്ര ദിവസത്തിൽ വന്നതല്ലേ.